നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഭീമസേനനെ അടുക്കളയിൽ പോയി കണ്ടിട്ട് ദ്രൗപദി തിരിച്ച് അന്തഃപുരത്തിൽ വന്ന് കിടന്നു. പക്ഷേ ദ്രൗപദിക്ക് ഉറക്കം വന്നില്ല. നേരം പുലരുന്നതും കാത്തവൾ കിടന്നു. ഈ കീചകനാണെങ്കിൽ ദ്രൗപദിയെ കണ്ടതിന് ശേഷം എല്ലാ ദിവസവും അന്തഃപുരത്തിൽ വരും. സഹോദരിയെ കാണാനാണെന്ന വ്യാജേനയാണ് വരുന്നതെങ്കിലും വരുന്നത് മാലിനി എന്ന് പറയുന്ന ദ്രൗപദിയെ കാണാനായിരുന്നു. അങ്ങനെ ദ്രൗപദി കീചകന്റെ വരവും കാത്ത് അങ്ങനെ ഇരുന്ന സമയത്ത് കീചകൻ എത്തി. കീചകനെ കാണാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെ ദ്രൗപദി നിന്നിരുന്നു. അപ്പം കീചകൻ വളരെ മൃദു മന്ദഹാസത്തോടു കൂടി പാഞ്ചാലിയുടെ അടുത്തേക്ക് വന്നു. തലേ ദിവസം രാജാവിന്റെ മുമ്പിൽ വെച്ച് കീചകൻ ദ്രൗപദിയെ ചവിട്ടി. അപ്പൊ രാജാവ് ഒന്നും മിണ്ടിയില്ല. അപ്പോ രാജാവിനോളം രാജാവിനേക്കാൾ പ്രാധാന്യം തനിക്കുണ്ടെന്ന് മാലിനി മനസ്സിലാക്കിയിട്ട് അവൾ തനിക്ക് വഴങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുള്ള ധാരണയോടുകൂടി കീചകൻ മാലിനിയുടെ അടുത്തേക്ക് ചെന്നു. കീചകൻ പറഞ്ഞു, മാലിനി, എന്നെ വെറുപ്പിച്ചാൽ നിന്റെ ജീവിതം അധോഗതിയാകും. അതേസമയം നമുക്ക് സന്തോഷത്തോടു കൂടി, അതായത് എൻ്റെ ഇംഗിതത്തിന് നീ വഴങ്ങിയാൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയാം. അപ്പോ ഉള്ളിലുണ്ടായ വെറുപ്പും കോപവും എല്ലാം അടക്കി വെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പാഞ്ചാലി പറഞ്ഞു, ഞാൻ നിനക്ക് വഴങ്ങുവാൻ തയ്യാറാണ്. ഇന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ നാടകപ്പുരയിൽ വന്ന് നിന്നെ കാത്തിരിക്കും. ഭയങ്കര സന്തോഷമായി കീചകന്. പകൽ സമയത്ത് ബൃഹന്നള നാടകപ്പുരയിൽ നൃത്തവും പാട്ടും വാദ്യോപകരണങ്ങളും ഒക്കെ അന്തഃപുരത്തിലെ പെൺകിടാങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാകുന്നതോടുകൂടി നാടകപ്പുര വിജനമാകും. പിന്നെ അവിടേക്ക് ആരും കയറി ചെല്ലില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് കീചകനെ വരാൻ വേണ്ടി ദ്രൗപദി പറഞ്ഞത്. എന്നിട്ട് ദ്രൗപദി പറഞ്ഞു, ഞാൻ നിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നത് മറ്റാരും അറിയരുത്, രഹസ്യമായി തന്നെ നമുക്ക് കാണാം എന്ന്. അത് കേട്ട് കീചകൻ സന്തോഷത്തോടു കൂടി തൻ്റെ ഗ്രഹത്തിലേക്ക് പോയി. എങ്ങനെയെങ്കിലും രാത്രിയായാൽ മതി, കാരണം ദ്രൗപദിയെ കാണാമല്ലോ, മാലിന്യെ കാണാമല്ലോ, അതിനുവേണ്ടി എങ്ങനെയെങ്കിലും രാത്രിയായാൽ മതിയെന്ന് പറഞ്ഞ് അക്ഷമയോടുകൂടി കീചകൻ കാത്തിരുന്നു. രാത്രിയായപ്പോ കീചകൻ വല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കുറിക്കൂട്ടുകളൊക്കെ അണിഞ്ഞ് സുന്ദരനായിട്ട് കൂരിരുട്ടില് പതുക്കെ നാടകപ്പുരയിലേക്ക് ചെന്നു. അപ്പോ നാടകപ്പുരയിൽ ആരോ പുതച്ചു മൂടി കിടക്കുന്നു. അതെന്തായാലും മാലിനി തന്നെയാണ്. തന്നെ കാത്തിരുന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി കാണും. ഏതായാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീചകൻ ആ കട്ടിലിനടുത്തേക്ക് ചെല്ലുന്നു. യഥാർത്ഥത്തിൽ അവിടെ കിടക്കുന്നത് ഭീമസേനനാണ്. ഭീമസേനൻ വന്ന് മൂടി പൊതച്ച് കിടക്കുകയാണ്. അപ്പോ കീചകൻ മാലിനിയാണെന്ന് ധരിച്ച് ആ കട്ടിലില് അടുത്തിരുന്ന ഉടനെ ഭീമസേനൻ പിടിച്ച് കൂടെ അങ്ങ് കിടത്തി. അപ്പോ വിചാരിച്ചു, മാലിനി തന്നെ അങ്ങ് കൂടെ അടുത്ത് കിടത്തിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ കീചകൻ അവിടെ കിടന്നു. ആ സമയം ഭീമന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഭീമൻ കീചകനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഇത്രയും ബലിഷ്ഠമായ കരങ്ങളോ മാലിനിക്ക്? മാലിനി തന്നെ ആയിരിക്കുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് കീചകൻ സംശയിച്ചു. അപ്പൊ കീചകൻ ഈ രീതിയിൽ സംശയിച്ച സമയത്ത് തന്നെ ഭീമൻ തന്റെ കൈകൾ കൊണ്ട്, ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് കീചകനെ ചുറ്റി വരിഞ്ഞു. അപ്പൊ അത് മാലിനി അല്ലെന്ന് കീചകന് മനസ്സിലായി. കീചകൻ വല്ല വിധേനയും കുതറി ചാടി, ഇരുട്ടും കൂടിയാണ്, ആളിനെ കാണാനും പറ്റൂല, കുതറി ചാടി കട്ടിലിൽ നിന്ന് ചാടി എണീറ്റു. ആ സമയം കൊണ്ട് തന്നെ ഭീമനും കട്ടിലിൽ നിന്ന് ചാടി എണീറ്റു. രണ്ടുപേരും ഇരുട്ടത്ത് പരസ്പരം പോരാടാൻ തുടങ്ങി. രണ്ടുപേരുടെ കയ്യിലും ആയുധങ്ങളില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയും ഞെരിക്കുകയും
മാന്തുകയും പിടിച്ചു ഞെരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ പോരാട്ടം. ദ്രൗപദി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവസാനം ഈ കീചകനെ എടുത്ത് ചുഴറ്റി തറയിൽ ആഞ്ഞടിച്ചു. ഈ സമയം കീചകൻ പരിക്ഷീണനായി പോയി. കാരണം ഭീമന്റെ ബലിഷ്ഠമായ കരങ്ങളിലാണ് കീചകൻ പെട്ടത്. ഭീമൻ ഒരു വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. കീചകൻ ആരെ എതിരിടുന്നോ ആ ആളിന്റെ ശക്തി കൂടി ഭീമന് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് വരം ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോ കീചകനെ വലിച്ചു പിടിച്ച് തറയിൽ ആഞ്ഞടിച്ചപ്പോ കീചകന്റെ എല്ലുകൾ നുറുങ്ങി മാംസത്തിലെല്ലാം കൊണ്ടുകയറി. ഉടനെ തന്നെ ഭീമൻ വലിച്ചു കീറി പറിച്ച് കഴുത്ത് ഞെക്കി കീചകനെ കൊന്നു. അവിടെ മറിഞ്ഞു വീണ് കീചകൻ വധിക്കപ്പെട്ടു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഭീമസേനൻ തിരിച്ച് അടുക്കളയിൽ ചെന്ന് തൻ്റെ സ്ഥാനത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായ ദ്രൗപദി വളരെ സന്തുഷ്ടയായി സന്തോഷവതിയായി അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോയി. പ്രഭാതത്തിൽ രാജ്ഞിയെ ശയ്യാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു. രാജ്ഞി സുദേഷ്ണ ശയ്യാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന ഉടൻ തന്നെ കീചകനെ തന്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ കൊന്നു എന്ന വിവരം അറിയിച്ചു. പരിഭ്രാന്തിയായി രാജ്ഞിയും മറ്റുള്ളവരും നാട്യശാലയിലേക്ക് ഓടിച്ചെന്നു. നാടകശാലയിൽ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അതായത് കീചകന്റെ കൈയും തലയും ഒക്കെ, കൈയും കാലും ഒക്കെ പല കഷ്ണങ്ങളായി ഒടിഞ്ഞിരിക്കുന്നു. തല ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. വായിൽ കൂടിയും മൂക്കിൽ കൂടിയും എല്ലാം രക്തം ഒലിച്ചിറങ്ങി തളം കെട്ടിക്കിടക്കുന്നു. ബീഭത്സമായ ആ ശവശരീരം കണ്ട് രാജ്ഞി ഉറക്ക വിലപിച്ചുപോയി. രാജദൂതന്മാർ ഉടൻ തന്നെ ചെന്ന് രാജാവിനെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹവും വളരെയധികം വ്യസനിച്ചു. കാരണം കീചകൻ എന്ന് പറയുന്ന സർവ്വസൈന്യാധിപൻ നല്ലൊരു ശക്തിയായിരുന്നു രാജാവിന്. കീചകനെ അത്ര പെട്ടെന്ന് ആർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കീചകനെ സർവ്വസൈന്യാധിപനാക്കി വെച്ചിരുന്നതാണ് വിരാടൻ. വിരാടന്റെ ഭാര്യയായ സുദേഷ്ണയുടെ സഹോദരൻ കൂടിയായിരുന്നു കീചകൻ. രാജാവ് വളരെ ദുഃഖിതനായി. ഉടനെ തന്നെ കീചകന്റെ ശവശരീര ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ കീചകന്റെ ബന്ധുക്കളൊക്കെ വന്നു. അവരെല്ലാം പാഞ്ചാലിയെ കണ്ടപ്പോൾ ഇവൾ ഒരുത്തി കാരണമാണല്ലോ ഇവൻ മരിച്ചത് എന്ന്, ഇവൻ വധിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അവർക്കെല്ലാം മാലിനിയോട് അതിയായ കോപമുണ്ടായി. അവര് ചിതയിലേക്ക് കീചകന്റെ ശവം കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയ സമയത്ത് അവരെല്ലാരും കൂടെ നിർബന്ധിച്ച് രാജ്ഞിയോടും പറഞ്ഞു, ഇവളെ കൂടി ഈ ചിതയിൽ നമ്മൾ വെച്ച് കത്തിക്കും, ഇവൾ ഒരുത്തി കാരണമാണ് കീചകൻ വധിക്കപ്പെട്ടത് എന്ന്. അപ്പൊ അതിന് രാജാവും രാജ്ഞിയും ഒരു മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളൊരു മൗന അനുവാദം അവരുടെ രണ്ടുപേരുടെ വാക്കുകളിലും ഉണ്ടായി. മാലിന്യെ പിടിച്ചു കെട്ടി കീചകന്റെ ശവശരീരത്തോടൊപ്പം വെച്ച് ബന്ധിച്ച് അവര് ശ്മശാനത്തിലേക്ക് യാത്രയായി. പാഞ്ചാലി വാവിട്ട് നിലവിളിച്ചു. പാഞ്ചാലി വളരെ ദയനീയമായി കരഞ്ഞു. തന്നെ ഈ കീചകനോടൊപ്പം ശ്മശാനത്തിലേക്ക് കെട്ടിവരിഞ്ഞ് ആളുകൾ കൊണ്ടുപോവുകയാണ്. പാഞ്ചാലിയുടെ കരച്ചിൽ കേട്ട് ഭീമസേനൻ വന്നു. ഭീമസേനൻ വന്നിട്ട് ഇവരെ വലിയ ഒരു മരം വലിച്ചു പിഴുത് ശ്മശാനത്തിൽ എത്തുന്നതിന് മുമ്പ് അവരെ തടഞ്ഞിട്ട് അതിലൊരു 100 പേരെ വൃക്ഷങ്ങളുടെ കൊമ്പുകൊണ്ട് ആടിച്ചു കൊന്നു. പരിഭ്രാന്തരായ അവർ ശവം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഉടൻ തന്നെ ഭീമസേനൻ ആ ശവത്തിനോടൊപ്പം കെട്ടിവെച്ചിരുന്ന പാഞ്ചാലി അതിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് പാഞ്ചാലി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഭീമസേനനും തിരിച്ചുപോയി. അപ്പോ ഇവളെ ആ ശവത്തിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. കീചകന്റെ ബന്ധുമിത്രാദികളെ കുറെ പേരെ കൊന്നല്ലോ ഭീമസേനൻ. അപ്പോ ആ ഗന്ധർവൻ, മാലിനിയുടെ ഭർത്താവായ ഒരു ഗന്ധർവൻ
ഇത്രയും ആൾക്കാരെ കൊന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം കൂടി രാജാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ സൈരന്ധ്രിയെ ഇനി ഈ കൊട്ടാരത്തിൽ താമസിപ്പിക്കരുത്, ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ ദോഷമാണ്. ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന ഗന്ധർവന്റെ ഭാര്യയെ ഇവിടെ താമസിപ്പിക്കേണ്ട ആവശ്യം എന്തുവാണ്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൈരന്ധ്രിയെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് രാജാവിനോട് ജനങ്ങൾ അപേക്ഷിച്ചു. അപ്പൊ ഈ മരിച്ചവരുടെയും കീചകന്റെയും ഒക്കെ ശവശരീരങ്ങള് ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാനും അനന്തര നടപടികളും അനന്തരമായിട്ടുള്ള ക്രിയകളും ചെയ്യാനായിട്ട് ഏൽപ്പിച്ച ശേഷം രാജാവ് സുദേഷ്ണയെ കാണാനെത്തി. എന്നിട്ട് വീരാട രാജാവ് സുദേഷ്ണയോട് പറഞ്ഞു, അല്ലയോ ഭവതി, എത്രയും പെട്ടെന്ന് ഈ സൈരന്ധ്രിയെ ഈ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടണം. പാഞ്ചാലിയെ അവിടുന്ന് പറഞ്ഞു വിടുവെന്ന് അവൾക്ക് മനസ്സിലായി. അവള് ഭീമനോട് യാത്രയും പറഞ്ഞ് കുളിച്ചു വസ്ത്രം മാറി രാജ്ഞിയുടെ അടുത്തേക്ക് വന്നു. രാജ്ഞിയുടെ അടുത്ത് വന്നിട്ട് സൈരന്ധ്രി പറഞ്ഞു, അല്ലയോ രാജ്ഞി, എന്റെ ഭർത്താവക്കന്മാർ ഒരിക്കലും ഉപദ്രവകാരികളല്ല, അവർ നല്ലവരാണ്. 13 ദിവസം കൂടി എന്നെ ഇവിടെ കഴിയാൻ രാജ്ഞി അനുവദിക്കണം. അതിനുശേഷം എന്റെ ഭർത്താക്കന്മാർ വന്ന് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളും. അവർ വളരെ നല്ലവരാണ്. അവർ ഈ രാജ്യത്തിനും രാജാവിനും രാജ്ഞിക്കും ശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തികളെ ചെയ്യുകയുള്ളൂ. അത് ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞു. അപ്പോ രാജ്ഞി പിന്നീട് സൈരന്ധ്രിയെ പോകാനൊട്ട് നിർബന്ധിച്ചുമില്ല, നിൽക്കാനൊട്ട് പ്രത്യേകിച്ച് അനുവാദം കൊടുത്തുമില്ല. എങ്കിലും രാജ്ഞിയുടെ മൗനം തനിക്ക് ഇവിടെ 13 ദിവസം കൂടെ നിൽക്കാനുള്ള അനുവാദമാണെന്ന് മാലിനി എന്ന പാഞ്ചാലി ധരിക്കുകയും അതനുസരിച്ച് പാഞ്ചാലി അവിടെ കഴിയുകയും ചെയ്തു. ഏതായാലും ദുര്യോധനാദികൾ വളരെ ശക്തമായി തന്നെ പാണ്ഡവരെ കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അജ്ഞാതകാലത്ത് അവരെ കണ്ടുപിടിച്ച വീണ്ടും 12 വർഷം അവർക്ക് വനവാസവും 1 വർഷം അജ്ഞാതവാസത്തിനും അവരെ വിടാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവരവരുടെ സകല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവരെ പറഞ്ഞു വിടാനായിട്ട് ശ്രമം ദൂതന്മാരെ പല സ്ഥലത്തേക്കും അയച്ചു. ഈ ദൂതന്മാരൊക്കെ പോയിട്ട് വന്നിട്ടും പാണ്ഡവരെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. എന്നാൽ വിരാട രാജ്യത്തിലെ കീചകൻ എന്ന് പറയുന്ന സർവ്വസൈന്യാധിപനെ ആരോ ഒരാൾ വധിച്ചു എന്ന് ഒരു സൂചന അവർക്ക് കിട്ടി. ദിവസം പതിവ് പോലെ കൗരവസഭ കൂടി. അവിടെ ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശകുനി, ദുശാസനൻ തുടങ്ങിയവരെല്ലാം സഭയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ദുര്യോധനന്റെ സുഹൃത്തായ ത്രിഗർത്ത രാജ്യത്തിലെ രാജാവായ സുശർമ്മനും ഉണ്ടായിരുന്നു. അന്നും ചാരന്മാർ പല വഴിക്ക് പോയിട്ട് വന്നിരുന്നു. അക്കൂട്ടത്തിൽ അവർ വിരാട രാജ്യത്ത് പോയതും അവിടെ രാജാവിന്റെ ശ്യാലനെ ഗന്ധർവൻ വധിച്ചതും ആയ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ശരീരബലം കൊണ്ടും അഭ്യാസ പാടവം കൊണ്ടും അജയ്യനായ കീചകനെ കൊന്നു എന്ന് കേട്ടപ്പോൾ അതിൽ പാണ്ഡവർക്ക് പങ്കുണ്ടോ എന്ന് ചിലർ സംശയിച്ചു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടെങ്കിലും കീചകന്റെ മരണത്തിൽ കൗരവർ അത്ര വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.